ഹലോ, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പൂവിടാനൊക്കെ വേണ്ടിയിട്ട് ചെടി നല്ല പൂവിടാനും പിന്നെ ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന 2 വളങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന മുട്ടയുടെ തൊണ്ടാട്ടോ. മുട്ടയുടെ തൊണ്ട് ഞാനിങ്ങനെ പൊടിച്ച് ഇതേപോലെ ഡബ്ബിലാക്കിയിരിക്കണം. അതേപോലെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അതായത് ഒരു 2-3 മാസത്തെ മുട്ടത്തോടാണ് കേട്ടോ ഇത്. ഞാൻ സ്ഥിരം ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ് അതാട്ടോ അതിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് അപ്പോൾ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ആഴ്ചയിൽ നമ്മൾ ഓരോ സ്പൂൺ വെച്ചിട്ട് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഉള്ളിത്തൊണ്ടും പഴത്തിൻ്റെ തൊലിയും കൂടി ഇതുപോലെ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരു ആഴ്ചകളായി. ഇപ്പോൾ ചെറിയ സ്മെല്ലുണ്ടാവും, അതൊക്കെ നമ്മൾ സഹിക്കുക നമ്മളെ ചെടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഇതിൽ ഈ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ചെയ്താൽ നന്നായിട്ട് പൂവിടും കേട്ടോ ചെടികൾ. പിന്നെ ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കാണിക്കണില്ല കേട്ടോ. മുട്ടയുടെ തൊണ്ട് ഞാൻ അതേപോലെ ഞാൻ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയാണല്ലോ, അപ്പം അത് ഒഴിച്ചിട്ട് കാര്യമില്ല. മഴ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഇതേപോലെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുക. അല്ലാത്തപ്പോൾ ഡ്രൈ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ കടലാസ് ചെടിയുടെ ചോട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടലാസ് ചെടിയൊക്കെ ഇനിയിപ്പോൾ പൂവിടാനുള്ള ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ ചുവടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഓരോ സ്പൂണിൽ അല്ലെങ്കിൽ ഓരോ പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. കടലാസ് ചെടികൾക്ക് മാത്രമല്ല, പൂവിടുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 10 മണികൾക്കൊക്കെ ഇതാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ 10 മണി പിന്നെ ഇളക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ആദ്യം കട്ട് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലതൊന്നും ഉഷാറായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് പൂക്കളൊക്കെ അപ്പം നന്നായിട്ട് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.